ക്രിസ്ത്യാനികളും അലവൈറ്റ്സും ഉൾപ്പെടെയുള്ള മത ന്യൂനപക്ഷങ്ങളുടെ മൃതദേഹങ്ങൾ കൊണ്ട് നിറയുകയാണ് സിറിയയുടെ തെരുവുകൾ. വെറുമൊരു ആഭ്യന്തര കലാപം മാത്രമാണോ സിറിയയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ ആഴങ്ങളിലേക്ക് നാം ചെന്ന് പരിശോധിച്ചു കഴിയുമ്പോൾ വളരെ കൃത്യമായും ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു അജണ്ട നടപ്പാക്കുവാൻ ഈ ലോകം മുഴുവൻ ഒരു ശരീഅത്ത് നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് തങ്ങളുടെ ഒരു ഭരണം സ്ഥാപിക്കുക എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കങ്ങളാണ് സിറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ജനങ്ങൾ ജീവനോടെ പെടഞ്ഞു വീണ് മരിച്ചിട്ടും അതിക്രൂരമായിട്ടുള്ള ശിക്ഷാവിധികൾ അല്ലെങ്കിൽ വധശിക്ഷകൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നേരെ അവിടെ നടപ്പാക്കിയിട്ടും എന്തുകൊണ്ടാണ് സോക്കോൾഡ് മനുഷ്യാവകാശ പ്രവർത്തകർ, ഇവിടുത്തെ സെക്കുലർ മാധ്യമങ്ങൾ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് പോലെയുള്ള സംവിധാനങ്ങൾ, ഐക്യരാഷ്ട്രസഭ പോലെയുള്ള സംഘടനകൾ എന്തുകൊണ്ട് അതിനെതിരെ മിണ്ടുന്നില്ല? നമുക്ക് പല രാജ്യതലസ്ഥാനങ്ങളിലും പല അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല? ഗാസയിലേക്കും റാഫയിലേക്കും ഒക്കെ കണ്ണുകൾ ഉയർത്തി നോക്കാൻ പറയുന്നവർ എന്തുകൊണ്ട് സിറിയയിലേക്ക് നോക്കാൻ പറയുന്നില്ല? അതിൻ്റെ കാരണം അന്വേഷിച്ച് ചെന്ന് കഴിയുമ്പോൾ വളരെ ഇരട്ടത്താപ്പ് നിറഞ്ഞ ചിലരുടെ ചില അജണ്ടകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ അജണ്ടകൾ തുറന്നു കാട്ടുകയാണ് ഇന്ന് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് അരുൺ റോസ്. അരുൺ, വളരെ നടുക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ സിറിയയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ സിറിയയിലെ മതന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് അവിടുത്തെ ക്രൈസ്തവരുടെ, അവിടുത്തെ ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരുടെ, അലവൈറ്റ്സ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരുടെ ഒരു ശവപ്പറമ്പായിട്ട് ഇപ്പോൾ സിറിയ മാറിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ സിറിയയിലെ ഒരു ആഭ്യന്തര കലാപം തുടങ്ങിയ ആ ഒരു സമയം, ഈ ഡിസംബർ 8-ാം തീയതി അസാദിൻ്റെ ഭരണകൂടത്തെ അട്ടിമറിച്ച് അൽ ജുലാനിയുടെ നേതൃത്വത്തിൽ, ആ വ്യക്തി പഴയൊരു അൽഖ്വയ്ദ ഭീകരനാണ്, ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന സുന്നി ഭീകര സംഘടന, അവിടെ ഭരണം അട്ടിമറിച്ചപ്പോൾ തന്നെ നമ്മൾ കൃത്യമായും പ്രഡിക്റ്റ് ചെയ്തതാണ് സിറിയയിലെ പോക്ക്, അല്ലെങ്കിൽ സിറിയയിലെ കാര്യങ്ങളുടെ ഒരു പോക്ക് അത്ര പന്തിയല്ല, നമ്മൾ കൃത്യമായി പ്രഡിക്റ്റ് ചെയ്താണ് അതിനെ സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ ഒരു ചർച്ച സംഘടിപ്പിക്കാനുള്ള ഒരു പശ്ചാത്തലം പറഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ഈ സിറിയയുടെ ആ ഒരു തീരപ്രദേശങ്ങൾ, ലഡാക്കിയ പോലുള്ള, താർത്തൂസ് പോലുള്ള ആ ഒരു തീരപ്രദേശങ്ങളിൽ അലവൈറ്റ് കമ്മ്യൂണിറ്റി, അത് എന്താണ് എന്ന് നമ്മൾ അക്ഷരാർത്ഥത്തിൽ, ആ കമ്മ്യൂണിറ്റി എന്താണ് അക്ഷരാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ എന്തുകൊണ്ട് ആയിരക്കണക്കിന് പേർ അതിക്രൂരമായി അവിടെ കൊല്ലപ്പെട്ടിട്ടും എന്തുകൊണ്ട് മെയിൻ സ്ട്രീം മീഡിയ ഇവിടെ നിശബ്ദത പാലിക്കുന്നു? അല്ലെങ്കിൽ ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിൽ ഇവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ട് പലരെയും നാം കാണുന്നില്ല? ഈ പറയുന്ന ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഈ കാര്യത്തിൽ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ഗൾഫ് രാജ്യങ്ങൾ മിണ്ടുന്നില്ല എന്നതിനെ പറ്റി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അലവൈറ്റ് എന്ന് പറയുന്നത് ഈ ഷിയ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു സെക്റ്റാണ്, ഒരു ഗ്രൂപ്പാണ്. ഒരു ടെക്നിക്കലി സ്പീക്കിംഗ് നമ്മൾ നോക്കുമ്പോൾ അതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഈ അലവൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അവർക്ക് ഈ ഒരു ക്രിസ്തു മതവുമായി ഒരു മറ്റ് സുന്നി കമ്മ്യൂണിറ്റി വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ബന്ധമുണ്ട്. അവർ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്, ഈസ്റ്റർ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഒരു ക്രൈസ്തവ ഒരു പശ്ചാത്തലമുള്ള ഒരു ഷിയ വിഭാഗത്തിൽപ്പെട്ട ഒരു സെക്റ്റാണ് ഈ അലവൈറ്റ് കമ്മ്യൂണിറ്റി എന്ന് നമുക്ക് കൃത്യമായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഇവരുടെ ഒരു പൊളിറ്റിക്കൽ ലീനിയേജ്, ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷൻ ആരോടായിരുന്നു? ഈ സിറിയയിൽ നിന്നും കഴിഞ്ഞ 2024 ഡിസംബർ മാസം പുറത്താക്കപ്പെട്ട, കഴിഞ്ഞ വർഷങ്ങളായിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബാഷർ അൽ അസാദ്, ആ ഭരണകൂടത്തെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്ന, കഴിഞ്ഞ 50 വർഷമായി, പതിറ്റാണ്ടുകളായിട്ട് സിറിയയിലെ ഒരു ഭരണക്രമത്തിൽ അതിനിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചുകൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ അലവൈറ്റ് കമ്മ്യൂണിറ്റി. അവർ ബേസിക്കലി നാം നോക്കുമ്പോൾ പോരാളികളാണ്, ഫൈറ്റേഴ്സാണ്, ആയുധങ്ങളെടുത്ത് പോരാടുന്ന ഒരു മിലിറ്ററി ഒരു സ്വഭാവമുള്ള ഒരു ഗ്രൂപ്പാണ് അലവൈറ്റ് കമ്മ്യൂണിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിറിയയിൽ അധികാരം ഏറ്റെടുത്തിരിക്കുന്ന ഈ ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന ഈ അൽ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം, അത് അസാദ് ഭരണകൂടത്തെ ഒരു ശത്രുപക്ഷത്ത് നിർത്തുന്നു. സ്വാഭാവികമായിട്ടും ആ ഭരണകൂടത്തെ പിന്താങ്ങിയിരുന്നവർ, ആ ഭരണകൂടത്തിൽ അല്ലെങ്കിൽ ആ ഭരണക്രമത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിരുന്നവർ, നിർണായകമായിട്ടുള്ള റോള് വഹിച്ചിരുന്നവരൊക്കെ അവരുടെ കണ്ണിൽ ശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ അലവൈറ്റ് കമ്മ്യൂണിറ്റി അവർ ഒരു ശത്രു പക്ഷത്ത് നിർത്തുന്നു. ഈ ഒരു പ്രശ്നങ്ങളുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ ഭരണകൂടം, അതായത് ഈ അവിടുത്തെ സിറിയയിലെ ആ ഒരു ഭരണക്രമം അട്ടിമറിച്ച് അവിടെ അധികാരത്തിലേറിയ ഇസ്ലാമിക ഭീകര സംഘടന, അവർ വന്നതിന് ശേഷം ഈ അലവൈറ്റ് കമ്മ്യൂണിറ്റി, അവിടുത്തെ ന്യൂനപക്ഷങ്ങളൊക്കെ വളരെയധികം ഒരു അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കെതിരെ തുടർച്ചയായിട്ടുള്ള ചില ആക്രമണങ്ങൾ സംഭവിക്കുന്നു. അതിനൊരു തിരിച്ചടിയായിട്ട് അലവൈറ്റ് കമ്മ്യൂണിറ്റി കഴിഞ്ഞ ദിവസം ഈ സിറിയൻ ഭരണകൂടത്തിനെതിരെ, അവരുടെ ഒരു മിലിറ്ററി ഫോഴ്സിനെതിരെ ഒരു അറ്റാക്ക് നടത്തുന്നു. അതിൻ്റെ ഒരു തിരിച്ചടി എന്നോണമാണ് ഈ തീരപ്രദേശങ്ങളിൽ ഈ ഭീകര സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു നരനായാട്ട് തന്നെ നടന്നത്. നമ്മൾ ഇതിൻ്റെ അകത്തൊരു ആദ്യമേ തന്നെ ഒരു ആസ്പെക്റ്റ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ അൽ ജുലാനി അല്ലെങ്കിൽ ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ബേസിക് ഐഡിയോളജി എന്താണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
കഴിഞ്ഞ നിലപാടുകളിലൊക്കെ നാം പറഞ്ഞതാണ്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഇപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു അജണ്ട, അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് ആഗോളതലത്തിൽ ഒരു ശരീഅത്ത് ഭരണം, ഒരു ഇസ്ലാമിക ഭരണം കൊണ്ടുവരിക എന്നതാണ്. നിലവിലെ ഒരു ലോകക്രമത്തിൽ ഒരു ശരീഅത്തിന്റെ കീഴിൽ ലോകത്തെ ആകമാനം പെട്ടെന്നങ്ങ് കൊണ്ടുവരിക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ കൂട്ടർ പല മേഖലകളിലും പല ടാക്ടിക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റിനെ പോലെ നമുക്ക് പറയുന്നത് ഒരു എലൈറ്റ് ജിഹാദ് എന്നതിനേക്കാൾ ഉപരി ഒരു പോപ്പുലർ ജിഹാദ് എന്നൊരു കൺസെപ്റ്റാണ് ഈ ഹയാത്ത് തഹ്രീർ. കേൾക്കുമ്പോൾ നമുക്ക് വളരെ സുന്ദരമായിട്ട് തോന്നും. അവരുടെ കീഴിൽ എല്ലാ മതന്യൂനപക്ഷങ്ങളും വളരെയധികം ഒരു സമത്വത്തോടെ ജീവിക്കുന്നു. അതായത് ഒരു മതേതരത്തിന്റെ മുഖമൂടി അണിഞ്ഞുകൊണ്ട് അവിടെ ഒരു ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുക, അതായത് ശരീഅത്ത് ഭരണം സ്ഥാപിക്കുക എന്നത് തന്നെയാണ് ഈ ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ലക്ഷ്യം. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ബേസിക് ശത്രുക്കൾ എന്ന് പറയുന്നത് ക്രിസ്ത്യൻസ് ആണ്. അവരുടെ കണ്ണിൽ കാഫറുകൾ എന്ന് വിളിക്കപ്പെടുന്ന ക്രിസ്ത്യൻസ് ആണ്, മറ്റു മത ന്യൂനപക്ഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ അധികാരത്തിൽ ഏറിയിട്ടുണ്ടോ, അവരെന്തൊക്കെ മുണ്ടൻ ന്യായങ്ങൾ പറഞ്ഞാലും തങ്ങൾ സെക്കുലർ സ്വഭാവമുള്ളവരാണ് എന്ന് പറഞ്ഞാലും അവരുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് മത ന്യൂനപക്ഷങ്ങൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ക്രിസ്ത്യാനികൾ തന്നെയാണ്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ്, ഈ സിറിയയിൽ നടക്കുന്ന ഒരു സംഘർഷം, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പലപ്പോഴും അവർ കാണിക്കുന്ന ഒരു അജണ്ട എന്ന് പറയുന്നത് ലോകക്രമത്തെ ഒരു കലുഷിതമാക്കിക്കൊണ്ട് അവരുടെ ഒരു അജണ്ട നടപ്പാക്കുക. നമുക്കറിയാം 2011 സിറിയയുടെ ഒരു ആഭ്യന്തര കലാപത്തിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് നമ്മളിപ്പോൾ യൂറോപ്പിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അരാജകത്വം, അനിയന്ത്രിതമായിട്ടുള്ള ഇസ്ലാമിക അഭയാർത്ഥികളുടെ ഒരു കുടിയേറ്റം. അപ്പോൾ അതിന്റെ ഒരു തനി ആവർത്തനം, അല്ലെങ്കിൽ അതിന്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് പൊളിറ്റിക്കൽ ഇസ്ലാം നീങ്ങുകയാണോ എന്നൊരു സംശയം നിലവിൽ സിറിയയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ റോസ്, അതിദയനീയമായിട്ടുള്ള വാർത്തകൾ അല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു. സ്ത്രീകളെയൊക്കെ നഗ്നരാക്കി പരേഡ് ചെയ്യുന്നു, പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുന്നു. ഈ 2011, 15, 16 കാലഘട്ടത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എങ്ങനെ അവിടെ അവരുടെ ഒരു തീവ്രവാദപരമായിട്ടുള്ള ഒരു അജണ്ട ക്രിസ്ത്യാനികൾക്കെതിരെ, മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടപ്പാക്കിയോ അതിൻ്റെ വേറൊരു രൂപത്തിൽ, അതിൻ്റെ ഒരു തനി ആവർത്തനം 2025 നാം കാണുന്നു സിറിയയിൽ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എത്രത്തോളം ക്രൂരത നിറഞ്ഞ പ്രവർത്തികളാണ് ഈ പറയുന്ന ഭീകര സംഘടനകളുടെ നേതൃത്വത്തിൽ, അതായത് സിറിയൻ സുരക്ഷാ സേന എന്ന ഓമന പേരിട്ടുകൊണ്ട് അതിന്റെ മറവിൽ ഈ ഭീകര സംഘടനകൾ എത്രത്തോളം ക്രൂരതകൾ നിറഞ്ഞ അഴിഞ്ഞാട്ടമാണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അവിടെ അഴിച്ചുവിട്ടത് ഈ കഴിഞ്ഞ ദിവസം? സിറിയയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കലുഷിതാവസ്ഥയിലേക്ക് നോക്കും മുമ്പ്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകും മുമ്പ്, സിറിയയുടെ ആദ്യത്തെ ചരിത്രം, ആദ്യകാലങ്ങളിലെ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഒരു പിള്ളത്തൊട്ടിൽ എന്ന് സിറിയ അറിയപ്പെട്ടിരുന്ന ആ സമയങ്ങളിൽ അന്നേരം ഉണ്ടായിരുന്ന സിറിയയുടെ ഒരു ക്രിസ്തീയ സമ്പന്നത നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ സിറിയയിലേക്ക് നോക്കുമ്പോൾ വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസൊക്കെ അവരുടെ ആദ്യകാല സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സ്ഥലമാണ് സിറിയ. ഡമാസ്കസിലെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി സാവൂൾ പോകും വഴിയാണ് അവിടെ ക്രിസ്തുവിന്റെ അത്ഭുതകരമായ ദർശനം സാവൂളിനുണ്ടായി. പൗലോസായി സാവൂള് പരിവർത്തനം ചെയ്യുന്നതും പിന്നീട് ഡമാസ്കസിൽ ചെന്ന പൗലോസ് ആദ്യമായിട്ട് സുവിശേഷം പ്രസംഗിക്കുന്നതും ഒക്കെ നമുക്കറിയാവുന്ന കഥകളാണ്. അപ്പൊ ഈ ഡമാസ്കസിൽ അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ബേസ് ഉള്ള ഒരു രാജ്യമാണ് സിറിയ. വിശുദ്ധ പത്രോസിന്റെ ഒറിജിൻ വരുന്നത് സിറിയയിൽ നിന്നാണ്. അതുപോലെ 7ഓളം മാർപ്പാപ്പമാര് സഭാ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത് സിറിയയിൽ നിന്നാണ്. സിറിയയിലാണ് ആ 7 മാർപ്പാപ്പമാരുടെ ഒരു ഒറിജിൻ എന്ന് പറയാവുന്നത്. അതുപോലെ ഏറ്റവും ആദ്യത്തെ സുനഹദോസ് നടന്ന നിക്ക സുനഹദോസിൽ പങ്കെടുത്ത AD 325 ആ ആദ്യത്തെ സുനഹദോസ് നടന്നത്. അതിൽ പങ്കെടുത്ത 325 ബിഷപ്പുമാരിൽ 20 പേരും സിറിയയിൽ നിന്നുള്ളവരായിരുന്നു. അതുപോലെ സിറിയയിൽ നിന്നാണ് ഒത്തിരിയേറെ സഭാ പിതാക്കന്മാര്, അതുപോലെ സന്യാസത്തിന്റെ പാരമ്പര്യങ്ങള്, ആരാധനാക്രമ പാരമ്പര്യങ്ങള്, ഒത്തിരിയേറെ തീർത്ഥാടന കേന്ദ്രങ്ങള്, ദേവാലയങ്ങള്, അങ്ങനെ ഒരുപാട് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു റൂട്ടുകൾ പടർന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് സിറിയ. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒത്തിരി ചരിത്ര പ്രാധാന്യമേറിയ ഒരു രാജ്യമാണ് സിറിയ. അപ്പൊ സിറിയ തുർക്കിയിൽ സംഭവിച്ച പോലെ തുർക്കിയും ഇതുപോലെ തന്നെ ഒരു ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഈറ്റില്ലമായിരുന്നു. അവിടെ ഒരു ഇസ്ലാമിക അധിനിവേശം, ഓട്ടോമൻ അധിനിവേശം വന്നതോടെ കോൺസ്റ്റാന്റിനോപ്പിൾ ഈ ഓട്ടോമൻ തുർക്കികൾ പിടിച്ചടക്കിയതോടെ അവിടെ ക്രൈസ്തവ വിശ്വാസികളുടെ ഒരു ശോഷണം തന്നെ സംഭവിക്കുകയാണ്. ഇന്ന് തുർക്കി എടുത്തു നോക്കി അവിടെ ക്രൈസ്തവ സാന്നിധ്യം തന്നെ അറ്റുപോയ ഒരു അവസ്ഥയാണ് തുർക്കിയിലുള്ളത്. ഈ ഒരു ഫേറ്റിലേക്ക് തന്നെ സിറിയയെ എത്തിക്കാനുള്ള ഒരു നിഗൂഢ അജണ്ടയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2011 മുതൽ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2011 ആഭ്യന്തര യുദ്ധത്തിന് മുമ്പ് സിറിയയിലെ ക്രൈസ്തവ സാന്നിധ്യം അതൊരു 10% ഉണ്ടായിരുന്നത് ഇപ്പോൾ അതൊരു 2% താഴെയായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. അന്നൊരു 20 ലക്ഷത്തോളം ക്രൈസ്തവരുണ്ടായിരുന്നത് ഇന്ന് ആകെ ഉള്ളത് 3 ലക്ഷത്തിൽ താഴെ ക്രൈസ്തവരാണുള്ളത്. അപ്പോൾ അന്ന് ആ ക്രൈസ്തവരെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അന്ന് നടന്നത്, അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പൊ നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്ന് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അന്ന് 20 ലക്ഷത്തോളം ക്രൈസ്തവരുണ്ടായിരുന്നു. ഇന്ന് ആകെ ഉള്ളത് 3 ലക്ഷം ക്രൈസ്തവരാണ്. അപ്പം ഒരു ചെറിയ ഇസ്ലാമിക
തീവ്രവാദത്തിൻ്റെ ഒരു ചെറിയ എഫേർട്ട് അല്ലെങ്കിൽ അവരൊന്ന് ആഞ്ഞു ശ്രമിച്ചാൽ ശരിക്കും അവിടെ അവരുടെ ഒരു പ്ലാൻ അവിടെ നടപ്പിലായ ശരിക്കും ക്രൈസ്തവ വംശഹത്യ, ക്രൈസ്തവരെ വേരോടെ പിഴുതെറിയാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് സിറിയ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ, നമ്മളൊരു വീഡിയോ കാണുകയുണ്ട്. ഒരു ക്രൈസ്തവ സഹോദരൻ മുഖമൊക്കെ മൂടി വെച്ച്, മുഖം കാണിച്ചാൽ എന്തായാലും ആ സഹോദരൻ കൊല്ലപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ സഹോദരൻ പങ്കുവെക്കുകയാണ്, എൻ്റെ വീട്ടിൽ ഒരു അമ്മയുണ്ട്, 2 സഹോദരിമാരുണ്ട്. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവസ്ഥയോർത്ത് ആ സഹോദരൻ കരഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ പങ്കുവെക്കുന്നത്. അവരെ ഞാൻ എങ്ങനെ രക്ഷിക്കും? ഈ തീവ്രവാദികൾ വീട്ടിൽ കൂടി കയറി വന്ന് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നു, അവരെ നഗ്നരായിട്ട് തെരുവുകളിൽ കൂടി പരേഡ് ചെയ്യിക്കുന്നു. സ്ത്രീകളുടെ അവസ്ഥ അങ്ങനെയാണ്. അതുപോലെ പുരുഷന്മാരെയൊക്കെ വീടുകളിൽ കയറി അവരെ വെടിവെച്ചിടുന്നു. ഒരു തെരുവുകളിലൊക്കെ ഇങ്ങനെ ശവങ്ങൾ കൂട്ടം കൂടി കിടക്കുന്ന ഒരവസ്ഥ നമുക്ക് ശരിക്കും ചിന്തിക്കാൻ പറ്റാത്ത, ഈ ആധുനിക കാലത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇത്രയേറെ ഒരു അരക്ഷിതാവസ്ഥ. അതുപോലെ വീടുകൾ കത്തിക്കുന്നു, അവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ കത്തിക്കുന്നു. അതുപോലെ കുട്ടികളടക്കമുള്ള കൂട്ടത്തോടെ ഫാമിലികളെ മുഴുവൻ ഇല്ലാതെയാക്കുന്നു, വെടിവെച്ചിടുന്നു. അതുപോലെ ഇങ്ങനെ ഒരു ക്രൂരത, സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹവും അതുപോലെ പലരും ചോദിക്കുന്നത് പോലെ ഗാസയ്ക്ക് വേണ്ടിയൊക്കെ നിലവിളിച്ചുകൊണ്ടിരുന്ന UN സംഘടനകൾ, അതുപോലെ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതികൾ, സെലിബ്രിറ്റീസ്, അതുപോലെ ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ, ഇതൊന്നും ഇപ്പോൾ കാണുന്നില്ല. എവിടെ പോയി ഇവരെല്ലാവരും എന്ന ചോദ്യമാണ് ഉയരുന്നത്. അത് കറക്റ്റാണ്. മറ്റൊരു കാര്യം കൂടി അരുൺ, നമ്മൾ ഈ സമീപകാല ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പല രാജ്യങ്ങളിലും നടന്ന ഒരു അട്ടിമറി, അതിനുശേഷം അവിടെ നടന്ന ചില സംഭവ വികാസങ്ങൾ, അത് നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ നമുക്ക് ദർശിക്കാൻ സാധിക്കും. നമുക്കറിയാം, ഈ മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഏകാധിപതികളെ, അവരുടെ ഭാഷയിൽ അവർ പറയുന്ന ഏകാധിപതികളെ താഴെ ഇറക്കി ഒരു ജനകീയ സർക്കാർ കൊണ്ടുവരിക. ഇപ്പോൾ അവിടെ എന്ത് ടൈപ്പ് സർക്കാരാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ജനകീയ സർക്കാരാണോ ഭീകര സർക്കാരാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഏകാധിപതികൾ എന്ന് അവർ വിളിക്കുന്ന, ഇപ്പോൾ അസാദ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇറാഖിൽ സദാം ഹുസൈൻ ആയിക്കോട്ടെ, ഇവരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വളരെയധികം സംരക്ഷണം അനുഭവിച്ചു ഇരുന്നു എന്നത് വളരെ വാസ്തവമാണ്. അവിടെ ആ കാലഘട്ടത്തിലൊന്നും ഈ തീവ്ര ഇസ്ലാമിക സംഘടനകളൊന്നും തലപൊക്കിയിരുന്നില്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാസ്തവമാണ്. ഈ സോക്കോൾഡ് മുല്ലപ്പൂ വിപ്ലവം, ജനകീയ വിപ്ലവം നടന്നതിന് ശേഷമാണ് ഈ ഏകാധിപതികൾ താഴെ ഇറങ്ങുന്നു, അതിൻ്റെ സ്ഥാനത്ത് മറ്റു പലരും കയറി വരുന്നു. അപ്പോൾ അവിടെ ഇസ്ലാമിക തീവ്രവാദികൾ തഴച്ചു വളരുന്നു. അതൊരു പാറ്റേൺ. രണ്ടാമത്തെ ഒരു പാറ്റേൺ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ബംഗ്ലാദേശിൽ എന്താണ് നടന്നത്? ഈ ഷെയ്ഖ് ഹസീന ആ രാജ്യം വിട്ടു പോയതിനു ശേഷം സിറിയയിൽ എന്താണ് സംഭവിച്ചത്? അസാദ് റഷ്യയിലേക്ക് പോകുന്നു, ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പോൾ പിന്നീട് വരുന്ന ഒരു ഭരണകൂടം അല്ലെങ്കിൽ അവിടെ വിപ്ലവം നടത്തിയത്, ടാർഗറ്റ് ചെയ്തത് ആ ഭരണാധികാരികൾ റെപ്രസെന്റ് ചെയ്ത പാർട്ടി പ്രവർത്തകരെയായിരുന്നു. ഇപ്പോൾ ബംഗ്ലാദേശിലാണെങ്കിൽ അവാമി ലീഗിനെ ടാർഗറ്റ് ചെയ്തു. ഈ സിറിയയിൽ നമ്മൾ ഈ പറയുന്ന അലവൈറ്റ് എന്ന് പറയുന്ന വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊരു മറ മാത്രമായിരുന്നു. അതിൻ്റെ മറവിൽ ഇപ്പോൾ സിറിയയിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു. ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ അവാമി പാർട്ടി പ്രവർത്തകരെ വേട്ടയാടുന്നു എന്നതിൻ്റെ ഒരു മറവിൽ അവിടെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു. അപ്പോൾ അരുൺ, അത് വളരെ വ്യക്തമല്ലേ? എന്തെങ്കിലും ഒരു കാരണം ഇവർക്ക് കിട്ടണം. ആ ഒരു കാരണത്തിന്റെ, എന്തെങ്കിലും പൊളിറ്റിക്കൽ കാരണമായിരിക്കാം, ആ ഒരു കാരണത്തിന്റെ മറവിൽ ഇവരുടെ ഒരു തീവ്രവാദപരമായിട്ടുള്ളൊരു ഐഡിയോളജി അല്ലെങ്കിൽ ആ ഒരു അജണ്ട നടപ്പാക്കുക. അത് സിറിയയിലും ഒരേ സമാനമായിട്ടുള്ള പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും, ബംഗ്ലാദേശിലും സിറിയയ്ക്ക് സമാനമായിട്ടുള്ള ഒരു പാറ്റേൺ കാണാൻ സാധിക്കും. അപ്പോൾ വ്യക്തമല്ലേ ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയും? ജോർജി സൂചിപ്പിച്ചതുപോലെ ഇവർ ഏകാധിപതികൾ എന്ന് വിളിക്കുന്നത് ഇവരുടെ മതഭ്രാന്തിനെ അനുകൂലിക്കാത്തവരെയാണ് ഇവർ ഏകാധിപതികൾ എന്ന് വിളിക്കുന്നത്. നമുക്ക് ചരിത്രം നോക്കി അറിയാൻ കഴിയും. സദാം ഹുസൈൻ തൊട്ട് ഈ അട്ടിമറിക്കപ്പെട്ട പല ഭരണങ്ങളുണ്ട്. സദാമിനെ അട്ടിമറിച്ചത് അമേരിക്കയാണ്. പക്ഷെ പിന്നീട് മുല്ലപ്പൂ വിപ്ലവം തൊട്ട് എല്ലാ അട്ടിമറി നടന്നിരിക്കുന്ന മേഖലകളിൽ നോക്കിക്കഴിഞ്ഞാൽ അവരാരും തീവ്ര മുസ്ലിം ആയിരുന്നില്ല, അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റ് ആയിരുന്നില്ല എന്നതാണ് ഇവരെ ഏകാധിപതികൾ എന്ന് വിളിക്കാനുള്ള ഒരു പ്രധാന കാരണം. അതല്ലെങ്കിൽ ഇവർ മതഭ്രാന്തിനെ അല്ലെങ്കിൽ മതഭ്രാന്തന്മാരുടെ ശരീഅത്ത് നിയമത്തിലേക്കുള്ള ചില നീക്കങ്ങളെ ഈ ഏകാധിപതികൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിരുന്നില്ല. അവർ അവിടെയുള്ള ക്രിസ്ത്യാനിയായിക്കോട്ടെ മറ്റു മതസ്ഥരായിക്കോട്ടെ ന്യൂനപക്ഷങ്ങളെയും അവർ പരിഗണിച്ചിരുന്നു. അങ്ങനെയുള്ളവരെയാണ് പലപ്പോഴും ഏകാധിപതികൾ എന്ന് വിളിക്കപ്പെട്ടിരുന്നത്. ആ രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള ഏകാധിപതികൾക്ക് മാത്രമേ ഭരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. കാരണം ആ ജനം അങ്ങനെയാണ്. അവരുടെ മനസ്സിലുള്ള തീവ്രവാദം അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള തീവ്ര മതചിന്തകൾ ഉള്ളതുകൊണ്ട് അവിടെ ഒരു പൊതുസമൂഹം എന്ന നിലയിൽ ആ ജനത്തെ ഭരിക്കണമെങ്കിൽ അവിടെ ഏകാധിപതികൾക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഏകാധിപതികൾ മാറ്റപ്പെടുന്നു. ഈ ഏകാധിപത്യ ഭരണകൂടങ്ങൾക്കെതിരെയുള്ള റിബലുകൾ എന്ന പേരിൽ പിന്നീട് മത തീവ്രവാദികളാണ് ആ രാജ്യത്ത് അധികാരം സ്ഥാപിക്കുന്നത്. ഈ സിറിയയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കപ്പെട്ട സമയത്ത് നമ്മളൊരു നിലപാട് എടുത്തിരുന്നു. ആ നിലപാടിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഈ ജുലാനി ഒരു കപടമുഖമാണ്. ജുലാനിയെ സംബന്ധിച്ചിടത്തോളം, ജുലാനി ആദ്യം ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ട് തെറ്റിപ്പിരിയുന്നത് വേറെ ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യം
സിറിയയിൽ ഒതുങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിക് സ്റ്റേറ്റിനെ അദ്ദേഹം ഉപേക്ഷിക്കുന്നത്. അതൊരു കൃത്യമായ ഒരു അജണ്ടയുടെ ഒരു ഭാഗമാണ്. ജുലാനിക്ക് അറിയാം എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, സിറിയയിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങേണ്ടതെന്ന് ജുലാനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ അത് വ്യാപിപ്പിക്കാനായിട്ട് ഇനി അദ്ദേഹത്തിന് വേണ്ടത്, ഇതുപോലെ തകർന്നടിഞ്ഞ ഒരു സിറിയയിൽ അദ്ദേഹത്തിന് വേണ്ടത് മറ്റു രാജ്യങ്ങളുടെ ഒരു പിന്തുണ കൂടിയാണ്. മറ്റു രാജ്യങ്ങളുടെ പിന്തുണ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിക് സ്റ്റേറ്റിന് സംഭവിച്ചതുപോലെ കുറച്ചു നാളത്തേക്ക് കത്തി നിന്ന് അത് കെട്ടുപോകുന്ന ഒരു അവസ്ഥ വരും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടിത്തറ ഉറപ്പിക്കുകയാണ്. അന്നേ നമ്മൾ പറഞ്ഞിരുന്നു ജുലാനി ആയിരിക്കില്ല അവിടെ പ്രസിഡന്റ് ആയിട്ട് വരാൻ പോകുന്നത്. ജുലാനിയുടെ കൃത്യമായ അജണ്ടകൾ നടപ്പാക്കുന്നതിന് വേണ്ടി പിന്നിലേക്ക് വലിഞ്ഞ് അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പ്ലാനുകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. സിറിയയിൽ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഒരു ശക്തമായ ഒരു അടിത്തറ ഇട്ടതിന് ശേഷം പിന്നീട് ലോകരാജ്യങ്ങൾക്ക് അദ്ദേഹത്തെ തൊടാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ നീക്കും. ഇപ്പോൾ റോസ് പറഞ്ഞതുപോലെ സിറിയയുടെ ഒരു പിൻകാല ചരിത്രങ്ങൾ നമുക്കറിയാം. ക്രിസ്ത്യാനിറ്റിയുടെ ഈറ്റിലമായിരുന്നു സിറിയ. ആദ്യ നൂറ്റാണ്ട് മുതൽ സിറിയയിൽ ക്രിസ്ത്യാനിറ്റി ഉള്ളതാണ്. ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്താണ്. പിന്നീട് ഇസ്ലാം അധിനിവേശത്തിൽ അവിടുത്തെ ക്രിസ്ത്യാനിറ്റി ചുരുങ്ങി. എന്നിരുന്നാൽ പോലും 2011 അവിടെ ആഭ്യന്തര യുദ്ധം തുടങ്ങുന്ന സമയത്ത് 10% ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. അന്ന് ഏകദേശം 2 കോടിയോളം ജനസംഖ്യ ഉണ്ടായിരുന്ന സിറിയയിൽ ഇന്ന് 2.5 കോടി ജനസംഖ്യയിലേക്ക് സിറിയ വന്നപ്പോൾ ഈ 2025 2.5 കോടിയാണ് അവിടുത്തെ ജനസംഖ്യ. അപ്പോഴത്തെ അവിടുത്തെ ക്രിസ്ത്യാനികളുടെ എണ്ണം 15 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷമായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. 2 കോടിയോളം അല്ലെങ്കിൽ അതിനപ്പുറം ജനം യൂറോപ്പിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു. അവിടെയും അവര് തീവ്രവാദം പെറ്റുപെരുക്കിക്കൊണ്ടിരിക്കുന്നു. സിറിയയിലും ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ക്രിസ്ത്യാനിറ്റി മാത്രം അത് 15 ലക്ഷത്തിന് 3 ലക്ഷത്തിരിക്കുന്നു. ഇതാണ് ലോകത്ത് എന്നും എക്കാലത്തും സംഭവിച്ചിട്ടുള്ളത്. പല ഓമന പേരുകളിൽ ഇവർ പലതും പറയും. ജനാധിപത്യം പറയും, ഏകാധിപത്യം പറയും. ഇങ്ങനെ പല പേരുകളിൽ ഇവർ ഇങ്ങനെ കളിച്ച് അവസാനം ഉണ്ടാകുന്നത് മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചത് എന്താണ്? അവിടുത്തെ ക്രിസ്ത്യാനിറ്റി ഇല്ലാതായി തീർന്നു. ഇപ്പോൾ ഈ അലവികളുടെ കാര്യം പറഞ്ഞു. ഈ അലവികളോട് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ദേഷ്യം വരുന്നത്? അസാദ് ഭരണകാലത്ത് മാത്രമേ അലവികൾ മുസ്ലിമായിട്ട് കൂട്ടിയിട്ടുള്ളൂ. കാരണം അവർക്ക് മുസ്ലിം മതമായിട്ട് യാതൊരു ബന്ധവും കാണുന്നില്ല. അവർ ഖുർആൻ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും അതിന്റെ വ്യാഖ്യാനങ്ങൾ മുഴുവൻ അവരുടേതായ വ്യാഖ്യാനങ്ങളാണ്. അവർക്ക് ഈ പുനർജന്മമുണ്ട്, മനുഷ്യാവതാരമുണ്ട്, ട്രിനിറ്റി ഉണ്ട്. ജോർജി സൂചിപ്പിച്ചതുപോലെ ചില ക്രിസ്ത്യൻ ആഘോഷങ്ങൾ അവർ ആഘോഷിക്കുന്നുണ്ട്. ഓശാനിയും ഈസ്റ്ററൊക്കെ അവർ ആഘോഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അപ്പം മുറിക്കലും വീഞ്ഞുമെല്ലാം നമ്മുടെ ക്രിസ്ത്യൻ വിശ്വാസങ്ങളോട് ചേർന്ന ആചാരങ്ങൾ ഇവരിൽ കാണാൻ കഴിയും. പക്ഷേ ഇവർക്ക് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് ചരിത്രം. ആദ്യകാലങ്ങളിലെല്ലാം ഇതുപോലെയുള്ള ചില മതങ്ങളുണ്ടായിരുന്നു. എല്ലാ വിശ്വാസങ്ങളിൽ നിന്നും അതും ഇതൊക്കെ എടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ചില മതങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഒരു മതം മാത്രമാണ് അലവികൾ. അവർക്ക് ക്രിസ്തുവായിട്ട് യാതൊരു ബന്ധമുള്ളതല്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനിറ്റി ആയിട്ട് യാതൊരു ബന്ധമില്ല. മുസ്ലിമുകളായിട്ട് നമുക്ക് യാതൊരു ബന്ധവും കാണാൻ കഴിയില്ല. അതുകൊണ്ട് തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ഇവരും ക്രിസ്ത്യാനികളെ പോലെ അവരെ സംബന്ധിച്ചിടത്തോളം ഇൻഫിഡൽസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ആലപ്പുഴയിലെ ഒരു കുട്ടി വരുന്നുണ്ടടാ നിങ്ങളുടെ എല്ലാം കാലന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞതിന് സമാനമായ ഒരു വീഡിയോ ഇപ്പോൾ സിറിയയിൽ നിന്ന് വന്നിരിക്കുകയാണ്. അലവികളെ കാത്തിരുന്നോളൂ, നിങ്ങളുമായി ഒരു എത്തിത്തീർപ്പിനും ഞങ്ങളില്ല, നിങ്ങളെ കൊല്ലുവാനായിട്ട് ഞങ്ങൾ ഇതാ വരുന്നു. ഏകദേശം ഇതിന് സമാനമായ ഒരു മുദ്രാവാക്യമാണ് ആ കുട്ടി വിളിക്കുന്നത്. ക്രിസ്ത്യാനികളോട് മറ്റൊരു തീവ്രവാദി അവിടുന്ന് വിളിച്ചു പറയുന്നത്, നിങ്ങൾ കുരിശ് ഉയർത്തുന്നിടത്തോളം കാലം നിങ്ങളുമായി ഞങ്ങൾ പോരാടുന്നതാണ്. അതായത് നിങ്ങൾ ക്രൂശിതനെ ക്രിസ്തുവിനെ ഉയർത്തുന്നിടത്തോളം കാലം നിങ്ങളുമായിട്ട് പോരാടും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈന്യത്തിലുള്ള ഒരു വ്യക്തി അവിടെയുള്ള ക്രിസ്ത്യാനികളോട് പറഞ്ഞു എന്ന് പറഞ്ഞുള്ള ഒരു റിപ്പോർട്ട് കാണുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് രക്ഷാധികാരിയുണ്ട്, ആരാണെന്ന് പറയേണ്ടതില്ല, നിങ്ങൾക്ക് ഒരു രക്ഷാധികാരിയും ഇല്ല, വിഗ്രഹാരാധകരായ ക്രിസ്ത്യാനികളെ ഞങ്ങൾ തീർക്കും എന്ന് അവിടുന്ന് സൈന്യത്തിൽ നിന്ന് തന്നെ പറയുന്നു. അപ്പോൾ ഇത് ചിത്രം വ്യക്തമാണ്. ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് അവിടുത്തെ മതന്യൂനപക്ഷങ്ങളെയാണ്. ഏകദേശം 2000 പേര് മരിച്ചു കഴിഞ്ഞു. 4000 എന്നാണ് അവിടെ നിന്നുള്ള അനൗദ്യോഗിക റിപ്പോർട്ടുകൾ. ഇതിൽ ഭൂരിഭാഗവും അലവികളും ക്രിസ്ത്യാനികളും ഒത്തുചേർന്ന് ജീവിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തുള്ള എല്ലാവരും, ഗ്രാമം മൊത്തത്തിലാണ് ആക്രമിച്ച് അവിടെയുള്ള എല്ലാവരും വെടിവെച്ച് കൊല്ലുന്നത്. അതിന്റെയൊക്കെ അതിദാരുണമായ ദൃശ്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലോകത്ത് എവിടെയാണെങ്കിലും ജിഹാദികൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, അവർ ഏതു രൂപത്തിലാണെങ്കിലും അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് അവിടുത്തെ ക്രിസ്ത്യാനികൾക്കും അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്കും സംഭവിക്കാൻ പോകുന്നത്. അത് കറക്റ്റാണ്. ഞാൻ അവസാനം ഒരു 3 പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മളൊരു അപ്പോക്ലിപ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിലൂടെ ചിന്തിച്ച് നോക്കുമ്പോൾ ഈ മധ്യപൂർവേഷ്യ എപ്പോഴും ഇങ്ങനെ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുക എന്നത് ചിലരുടെ വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയാണ്. ചിലരുടെയൊക്കെ ഒരു വരവിന് മുന്നോടിയായിട്ട് മധ്യപൂർവേഷ്യ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുക എന്നത് ഇത് വ്യക്തമായിട്ടുള്ള അജണ്ടയാണ്. അതിൻ്റെയൊക്കെ ഒരു മുന്നോടിയായിട്ടാണ് ഇസ്രയേൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘർഷം. നമുക്കറിയാം, ഇസ്രായേൽ ആ ഒരു ഹമാസ് യുദ്ധം അത് ഒരു ശാന്തത എന്ന് പറയാൻ ആയിട്ടില്ലെങ്കിൽ പോലും പഴയ പോലെ ഒരു കലുഷിതമല്ല അവിടുത്തെ സ്ഥിതിഗതികൾ. പക്ഷേ അവിടെ കാര്യങ്ങൾ ഒരു സെറ്റിൽമെന്റ് എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പുറത്ത് സിറിയയിൽ പ്രശ്നമുണ്ടാകുന്നത്. അത് 2 അജണ്ടയോടുകൂടി തന്നെയാണ് അവർ നടപ്പാക്കുന്നത്. ഒന്ന്, ഈ ഡൊണാൾഡ് ട്രംപിന് ഇങ്ങനെ തലവേദന എപ്പോഴും ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. അതായത് അദ്ദേഹം ഇപ്പോൾ ഗാസ ഒന്ന് നേരെപാട് ആക്കിയെടുക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം, അപ്പുറത്ത് സിറിയയിലും ഇത്തരത്തിലുള്ള കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യം. നമുക്ക് അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ട്രംപ് ഭരണകൂടത്തിന്റെ ഒരു മഹനീയത എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്.
കൃത്യമായിട്ടും അവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രംപ് ഭരണകൂടം ഈ സംഘർഷം വന്നതിന് ശേഷം ഒരു നിലപാടെടുക്കുന്നുണ്ട്. മാർക്കോ റൂബിയോയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഒരു പരാമർശം വന്നിട്ടുണ്ട്. അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങൾ അത് ക്രിസ്ത്യൻസ് എന്ന് കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. ഇപ്പോൾ ബൈഡനാണ് ഭരണത്തിലെങ്കിൽ ഇതൊന്നും ആൾ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ക്രിസ്ത്യൻസ്, ഡ്രൂസ്, അലവൈറ്റ്സ് ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ അവിടെ നടക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടന, റാഡിക്കൽ സംഘടനകൾ നടത്തുന്ന ആക്രമണങ്ങളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല എന്ന് ട്രംപ് ഭരണകൂടം പറയുന്നുണ്ട്. അപ്പോൾ ട്രംപിന്റെ ആ വിഷയത്തിലെ നിലപാട് എന്താണെന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സിറിയയിൽ നിന്നാണ് നിരവധി അഭയാർത്ഥികൾ യൂറോപ്പിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ സിറിയയിൽ ഒരു ഭരണ സംവിധാനം വന്നതിന് ശേഷം പലരും വാദിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. സിറിയയിൽ സമാധാനം സ്ഥാപിച്ചു കഴിഞ്ഞു, ഇനി അവിടെയുള്ള യൂറോപ്പിലുള്ള സിറിയൻ അഭയാർത്ഥികളെ എന്തുകൊണ്ട് സിറിയയിലേക്ക് പറഞ്ഞു വിട്ടുകൂടാ? ആ വാദഗതിയുടെ മുനയൊടിക്കാൻ വേണ്ടിയിട്ടാകണം വീണ്ടും സിറിയയിലെ സ്ഥിതിഗതികൾ കലുഷിതമാക്കിയത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് യാതൊരു തെറ്റ് പറയാനും സാധിക്കുകയില്ല. ഇനി എന്തുകൊണ്ട് ഇവരെ സിറിയയിലേക്ക് അയക്കണം? അവിടെ വീണ്ടും ഒരു പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ നടക്കുന്നു, അതുകൊണ്ട് അവർ യൂറോപ്പിൽ തന്നെ നിൽക്കട്ടെ, അവരുടെ അജണ്ട നടപ്പാക്കട്ടെ, അങ്ങനെ തുടർന്നുകൊണ്ട് പോകട്ടെ എന്ന ഒരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. ജോർജി പറഞ്ഞതിനോട് ഒറ്റ വാചകം കൂട്ടിച്ചേർക്കാണ്. അതായത് ജുലാനി അധികാരത്തിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം ആദ്യം പറഞ്ഞൊരു വാക്കാണ് സിറിയയിൽ നിന്ന് വിട്ടുപോയവർക്ക് എല്ലാവർക്കും മടങ്ങി വരാമെന്നുള്ളത്. ഇപ്പോൾ സിറിയയിലേക്ക് ആരെങ്കിലും മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് വന്നിരിക്കുന്നത് തുർക്കി അടക്കമുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് പോയവരാണ്. യൂറോപ്പിലേക്ക് പോയ ഒരാൾ പോലും തിരിച്ച് സിറിയയിലേക്ക് വന്നിട്ടില്ല. കാരണം അത് എന്തുകൊണ്ടാണെന്ന് മാത്രം പരിശോധിച്ചാൽ മതി. അതുപോലെ തന്നെ ഈ ഗാസയിലെ തീവ്രവാദികൾ ഇസ്രായേലിനെ ആക്രമിച്ച ഒരു ഒന്നാമത്തെ ദിവസം ഒക്ടോബർ 7, 2023 ഒക്ടോബർ 7, അന്ന് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാവരും നിശബ്ദരായിരുന്നു. അവിടെ നടന്ന ആക്രമണത്തെക്കുറിച്ച് 1200 ഏകദേശം ആ സമയത്ത് 2000-ഓളം പേര് കൊല്ലപ്പെട്ടു എന്നാണ് ആദ്യം വന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. അന്ന് ആർക്കും ഒരു പരാതിയില്ല, ആർക്കും ഒരു മനുഷ്യാവകാശം ഉണ്ടായിരുന്നില്ല. അതേ അവസ്ഥ തന്നെയാണ് ഇന്ന് സിറിയയിലെ ഏകദേശം 4000-ഓളം പേര് കൊല്ലപ്പെട്ടിരിക്കുന്നു. അലവികളാണ്, ക്രിസ്ത്യാനികളാണ്. ആർക്കും ഒരു പരാതിയില്ല, ആർക്കും ഒരു ഹാഷ്ടാഗ് പോലും ഇടണമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഇവിടെ തലയിൽ എന്താണ് ഉള്ളത്? അമേരിക്കയുടെ ഇന്റലിജൻസ് മേധാവിയായിട്ട് പുതുതായിട്ട് സ്ഥാനമേറ്റ തുളസി ഗബാർഡ് പറയുന്ന വാക്കുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ഇവരെ വിമതർ എന്ന് വിളിക്കുന്നു? ഈ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അൽഖ്വയ്ദയുടെ അഫിലിയേറ്റുകളെ നിങ്ങൾ എന്തുകൊണ്ട് വിമതർ എന്ന് വിളിക്കുന്നു? ഇവിടെയാണ് ചതിയിരിക്കുന്നത്. ഗബാർഡ് പറയുന്നുണ്ട്, എനിക്ക് അസാദുമായിട്ട് യാതൊരു കോംപ്രമൈസും ഇല്ല, അസാദിനെ ഞാൻ സ്വേച്ഛാധിപതിയായിട്ട് തന്നെ കാണുന്നു, പക്ഷെ ഇപ്പോൾ അധികാരമേറ്റിരിക്കുന്നത് തീവ്രവാദികളാണ്. അത് കറക്റ്റാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടി, അതായത് സിറിയയിലെ ഒരു പൊളിറ്റിക്കൽ പിക്ചർ എന്ന് പറയുന്നത് അത് ലോകവ്യാപകമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ചിന്തിക്കാവുന്നതിലപ്പുറമുള്ള ഒരു കൊയിലേഷൻസ്, ഒരു സഖ്യങ്ങൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ഫോം ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഒരു വശത്ത് ചിന്തിക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഗോലാൻ കുന്നുകളിൽ മേധാവിത്വം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറു സൈഡിൽ ഈ അസാദ് റെജീമിനെ സപ്പോർട്ട് ചെയ്യാൻ ഇറാനുണ്ട്, റഷ്യയുണ്ട്, ഹിസ്ബുള്ളയുണ്ട്, അത്തരത്തിലുള്ള ചില കൂട്ടരുണ്ട്. ഇപ്പുറത്ത് സിറിയയുടെ മറു സൈഡിൽ നാം നോക്കുകയാണെങ്കിൽ ഈ കുർദുകളും തുർക്കിയും തമ്മിലുള്ള ഒരു പോരാട്ടം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം സിറിയയുടെ വിവിധ മേഖലകളിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പഴയ അവശിഷ്ടങ്ങൾ അവിടെയുണ്ട്, അൽഖ്വയ്ദയുടെ പഴയ അവശിഷ്ടങ്ങളുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ചിലത് ഇപ്പോഴുള്ള ഈ ഭരണകൂടത്തെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ സിറിയ എനിക്ക് തോന്നുന്നു നിലവിലുള്ള ലോക പൊളിറ്റിക്സിന്റെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് തരുന്നുണ്ട്. അവിടെ എന്ത് സംഭവിച്ചാലും അത് മധ്യപൂർവേഷ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല, അത് അമേരിക്കയെ ബാധിക്കും, യൂറോപ്പിനെ ബാധിക്കും, പല രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ വളരെ കലുഷിതമായി ബാധിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് അതിനിർണായകമാണ് ഇനി വരും ദിവസങ്ങളിൽ സിറിയയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ. സിറിയയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത്ര നിഷ്കളങ്കമല്ല. ഈ ലോകം മുഴുവനെ മാറ്റിമറിക്കുക, തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്ലാമിക തീവ്രവാദികൾ കൊണ്ടുവന്ന അവർ വളരെ അതിവിദഗ്ധമായി പ്ലാൻ ചെയ്ത പദ്ധതികളുടെ ഒരു ക്ലൈമാക്സ് ആണ് ഇപ്പോൾ സിറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ വിവേകത്തോടെ, പക്വതയോടെ ഇതിൻ്റെ അജണ്ട തിരിച്ചറിഞ്ഞ് ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ 2011 സംഭവിച്ചതുപോലെ മറ്റൊരു അഭയാർത്ഥി പ്രവാഹത്തിന് ലോകം സാക്ഷ്യം വഹിക്കേണ്ടതായി വരും. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ലോകരാഷ്ട്രങ്ങളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കാൻ വെമ്പി നിൽക്കുന്ന ചിലരുടെ വിജയത്തിന് നാം സാക്ഷ്യം വഹിക്കേണ്ടതായി വരും. അതുകൊണ്ട് സിറിയയിൽ ഇപ്പോൾ നടക്കുന്ന ആഭ്യന്തര കലാപം അത്ര നിഷ്കളങ്കമായി ലോകരാഷ്ട്രങ്ങൾ തള്ളിക്കളയരുത്. ഒപ്പം തന്നെ ചില ഇരട്ടത്താപ്പുകൾ കൂടി പൊതുസമൂഹം തിരിച്ചറിയുക. ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭ മിണ്ടുന്നില്ല? സെക്കുലർ മാധ്യമങ്ങൾ മിണ്ടുന്നില്ല? സാംസ്കാരിക നായകർ മിണ്ടുന്നില്ല? ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഇസ്രായേലിനെതിരെ നടപടിയെടുക്കാൻ അല്ലെങ്കിൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുവാൻ അങ്ങനെ വെമ്പി നിന്ന മുട്ടിനിന്ന ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഇടപെടുന്നില്ല? അത് വളരെ വ്യക്തമാണ് ഇവരുടെ ഒരു അജണ്ട. ചില സംഘർഷങ്ങളിലേക്ക് മാത്രമേ ഇവരുടെ കണ്ണ് പോകത്തുള്ളൂ, ചില സംഘർഷങ്ങൾക്ക് എതിരെ മാത്രം എഴുതാൻ മാത്രമേ ഇവരുടെ പേന ചലിക്കത്തുള്ളൂ എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് ഇത്തരം അജണ്ടകൾ തിരിച്ചറിയുക. സിറിയൻ സംഘർഷത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന
തീവ്രവാദപരമായിട്ടുള്ള അജണ്ടയോടെ പ്രവർത്തിക്കുന്നവരെ നിലയ്ക്ക് നിർത്തുവാൻ ലോകരാഷ്ട്രങ്ങൾ അടിയന്തരമായി ഇടപെടുക എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.